വേദിയിലെ മുഖ്യാതിഥി ഡോക്ടർ ഖാജ മുഹമ്മദ് ഷാഹിദ്, ദ വൈസ് ചാൻസലർ ഓഫ് ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിന് ഷംസുല്ലമ ഫൗണ്ടേഷൻ നൽകുന്ന ഉപഹാരം മൊമെന്റോ ആദരണീയനായ തങ്ങളവറുകൾ അദ്ദേഹത്തിന് നൽകുകയാണ്. ആദരപൂർവ്വം തങ്ങളെ ക്ഷണിക്കുകയാണ്. ദ മൊമെന്റോ ഓഫ് ഷംസുല്ലമ ഫൗണ്ടേഷൻ വിൽ ബി പ്രസന്റഡ് ടു ദി ചീഫ് ഗസ്റ്റ് ഡോക്ടർ ഖാജ മുഹമ്മദ് ഷാഹിദ്, ദ വൈസ് ചാൻസലർ ഓഫ് ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി, ബൈ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഗ്രന്ഥപരിചയം ബഹുമാന്യനായ ഗ്രന്ഥകാരൻ ഡോക്ടർ PT അബ്ദുറഹ്മാൻ സാഹിബ് നിർവഹിക്കുന്നു. അതിന് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസിൻ ബില്ലാഹി മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വന്യരായ നമ്മുടെയൊക്കെ ആവേശമായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിശ്ചിതനായ ജനറൽ സെക്രട്ടറി, ശംസുൽ ഉലമയുടെ ഖലീഫ ചെറുശ്ശേരി ഉസ്താദ്, പാലക്കാട് ജില്ലയിൽ നിന്നും സമസ്തയെ ദീർഘനാളായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാരണവരായ CKM സാദിഖ് ഉസ്താദ്, അതുപോലെ ഈ വേദിയിൽ ഭൂഷ്ഠരായ ചീഫ് ഗസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഡോക്ടർ ഖാജ മുഹമ്മദ് ഷാഹിദ്, and Professor Dr. Alim Ashrafi also representing that same university. അതുപോലെ ഇവിടെയുള്ള ജമലുൽ തങ്ങൾ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് വേറൊരു പരിപാടിയിലേക്ക് എത്താൻ ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി വിഷയം പറയുകയാണ്. 1980കളിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനവുമായി ഞാൻ നാട്ടിൽ നിന്നും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശംസുൽ ഉലമയെക്കുറിച്ച് വളരെ ദൂരെ നിന്ന് നോക്കി മനസ്സിലാക്കാൻ മാത്രം അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പ്രത്യേക സാഹചര്യങ്ങളല്ല, ശംസുൽ ഉലമയെക്കുറിച്ച് ആദ്യം കേട്ട് മനസ്സിലാക്കുന്ന എന്റെ ഉസ്താദ് കല്ലൂർ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ശംസുൽ ഉലമ ഒരു പണ്ഡിതനും ഒരു ഖണ്ഡന പ്രസംഗകനും ഒക്കെ ആയിട്ടാണ് ലോകം മനസ്സിലാക്കുന്നത്, പക്ഷേ ശംസുൽ ഉലമ അവിടെയല്ല എന്ന് ആദ്യം എന്നോട് എന്നെ മനസ്സിലാക്കിയെന്നത് എന്റെ ഉസ്താദായിരുന്നു. ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ശംസുൽ ഉലമയുമായി കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ആ മഹാനവർ നൽകിയ വൈജ്ഞാനിക സംഭാവനകളുമൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ചരിത്രപരമായി ശംസുൽ ഉലമ സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകളെക്കുറിച്ച് വ്യക്തമായി ലോകത്തോട് പരിചയപ്പെടുത്തേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഗൾഫിലെത്തിയപ്പോഴാണ്.
അറബ് ലോകത്ത് അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ. ശംസുൽ ഉലമ എന്ന പേരിൽ അറബ് ലോകം ഏറെ ആദരിക്കുന്ന ശംസുൽ ഉലമയെക്കുറിച്ച് യമനിൽ നിന്നും മറ്റു ഇസ്ലാമിക ലോകത്തുനിന്നുമുള്ള പണ്ഡിതന്മാർ ശംസുൽ ഉലമയുടെ ആഴത്തിലുള്ള വിവരം ഇൽമിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പല പ്രാവശ്യവും എങ്ങനെ പരിചയപ്പെടുത്തണമെന്നറിയാതെ വിഷമിച്ച സന്ദർഭമുണ്ടായിട്ടുണ്ട്. ആ അറബ് പണ്ഡിതന്മാരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ശംസുൽ ഉലമയുടെ ഗ്രന്ഥങ്ങൾ എവിടെയാണ്, ശംസുൽ ഉലമയുടെ തസ്നീഫാത്തുകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമായി എടുത്തുകൊടുക്കാൻ കഴിയുന്ന ഗ്രന്ഥങ്ങളൊന്നും അവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് ശംസുൽ ഉലമയെക്കുറിച്ചൊരു ചെറിയ രൂപത്തിലെങ്കിലും അറബിയിലൊരു ഗ്രന്ഥം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശംസുൽ ഉലമയെക്കുറിച്ച് ഇറക്കിയ പുസ്തകവും അതുപോലെ മറ്റ് വിവിധങ്ങളായ പണ്ഡിതന്മാർ ഇറക്കിയ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കഴിഞ്ഞു. അതൊക്കെ പഠിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത സാഹചര്യത്തിലാണ് ഞാൻ ദുബൈയിൽ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് ദുബൈയിലെത്തുന്നത്. അദ്ദേഹമായി കാരണം 10-25 വർഷമായിട്ട് പുറത്ത് ജോലി ചെയ്ത് എനിക്ക് അതിനംശത്തോളം ശംസുൽ ഉലമയുടെ എല്ലാ നീക്കങ്ങളും അതേപോലെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അഷ്റഫ് ഫൈസിയുമായി ബന്ധപ്പെട്ട അഷ്റഫ് ഫൈസിയാണ് ഈ ഗ്രന്ഥത്തിന്റെ ശരിക്ക് അതിനൊരു ക്രെഡിറ്റ് അവകാശപ്പെടാമെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പാണ് ഞാനിവിടെ പറയുകയാണ്. കാരണം അദ്ദേഹവുമായിട്ടുള്ള നിരന്തരമായ സംവദിച്ചതിലൂടെയാണ് എനിക്ക് ശംസുൽ ഉലമയെക്കുറിച്ച് കൂടുതൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥത്തെ ഞാൻ ഇറക്കുകയും ചെയ്തത്. അറബി നമുക്കറിയാം ഒരുപാട് പരിമിതിയുണ്ട്. അറബി ആമിയാണ്. അതേസമയത്ത് അറബ് സാഹിത്യമായപ്പോഴും ഈ ഗ്രന്ഥത്തിൽ ചില ശൈലികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു അറബ് സാഹിത്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ശംസുൽ ഉലമയുടെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ സംവാദങ്ങളും ഇങ്ങനെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. I would like to note few words in regards to the Samasta Kerala Jamiyatul Ulama to understand our chief guest, Dr. Khaja Muhammad Shahid. He is from the 72 batch of IAS, served a lot of area in public service, and mashallah I got information about him through Dalail al-Khairat to Urdu language, and he has contacted the Majlis of Sheikh Isa Al-Mani in Dubai to get the permission to publish that. And meanwhile, Sheikh Isa asked me to coordinate with Ali Mashrafi, and when I did that, I informed that we have one scholar's biography, Shamsul Ulama, has to be released in 21st of May. I would like to invite Khaja Sahab to grace this occasion. So, mashallah, he coordinated with the Dr. Khaja
Muhammad Shahid's office, and that time he was the Pro-Vice Chancellor of Maulana Azad National University. He, mashallah, without any delay, he accepted our invitation and decided to come here. Immediately he has got an order that he has been promoted from Pro-Vice Chancellor to the Vice Chancellor. And Ali Mashrafi was talking me that it is a barakat of he expected will not be noticed by his companion and his royal guard. So it is not like that. He is given a very good translation for that. So such a way, when you understand about Shamsul Ulama, he solidated to grow the community here, so that you can witness here these all scholars, his students, his contribution. And you know, there are 10 thousands of madrasas under the Samstha Kerala Jamiyatul Ulama. There are hundreds of Arabic colleges. There are thousands of students, thousands of Islamic scholars. You can see that many of the Islamic students are also studying in Maulana Azad National University and other many universities around the world. That is the contribution of Shamsul Ulama E.K. Abu Bakr Musliar, and this is a small contribution from his followers and students to his history, and we are very much glad with your presence here. Thank you very much, and we don't know how we present our gratitude and thanks for you. This is a very prestigious, inshallah. Thank you very much, sir. And I would like to invite Dr. Khaja Sahab to say a word, inshallah. ഇഷ്ടാതിഥി വൈസ് ചാൻസലറുടെ പ്രസംഗം നടക്കുകയാണ്. എല്ലാവരും സദസ്സിലിരിക്കുക. തങ്ങള് ഇന്ന് പോകാൻ സൗകര്യപ്പെടിക്കരുത്, പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. Bismillahirrahmanirrahim. Salatu wassalamu ala Nabiy Kareem. Alhamdulillahi Rabbil Alameen. Ladies and gentlemen, Assalamu alaikum wa rahmatullahi wa barakatuhu. I am not very sure how to speak and what to speak before you. My first problem is
language. I do not know how many of you sitting in this hall or sitting on the dais will be able to understand Urdu or Hindi. I cannot speak in Malayalam, and I do not know. I was just checking with some gentlemen sitting next to me that how many of you will be able to understand if I speak in English. Hazrat, I have no choice but to speak in a language which I presume you can understand a little bit or most of it. Distinguished guests on the dais and distinguished audience, when I got the invitation for this program, I was not sure about the details of the program. My colleague, my dear friend, Professor Azim Ashraf Jaisi, introduced me to the author of the book, Janab Abdur Rahman Sahab, and about the person Shamsul Ulama E.K. Abu Bakr Rahmatullah Alayh, and their contribution. So I thought I must come here to understand the work of the great man known as Shamsul Ulama. I thought I must come here and personally see how a single person's work can be converted into a movement. I thought I must come here and I must see how thousands of students and thousands or hundreds of madrasas are well knitted into one organization and delivering education to the community. My main purpose was here to personally come and meet all of you, personally come and meet all those who are involved in the promotion of education to the Muslim community, and wanted to personally interact with most of you. I'm sorry some of them have already left because of their other engagements. I will miss the opportunity of talking to them or understanding their activities. I'm informed that there is an organization called Jamiat al-Ulama of Canada, under which umbrella hundreds of schools, madrasas are being set up, thousands of students are getting education, the curriculum is very modern, new subjects are being taught, and they have a role model in the form of Jamia Hidayah, where the students also get education in English, and they also get degrees from the Canada board, and they get degrees of inter and graduation. And we have some students from Jamia Hidayah in our university also, in Maulana Azad National Urdu University also. This is also one of the bond between Jamia Hidayah, Maulana Azad National Urdu University, and I want to further strengthen that bond, and that's why after this program I am going to Jamia Hidayah and meet their Vice Chancellor and other functionaries. Ladies and gentlemen, I personally feel that the distinction between so-called modern education and Dini education or religious education, the distinction, the division has harmed us too much. There might have been historical reasons that after the Britishers came to this country, they introduced their own system of education, what we at that point of time called Western education. And from that point of time, there has been a division within modern education and some things like religious education and Dini Talim. And for the last 200 years or so, this distinction, this division has grown
more and more deeper and more wider. I think time has come that we have to build a bridge between those two streams of education. There have been a time where all religious or secular or social or religious education was being imparted under one madrasa. Whether it is medicine, whether it is comparative religion, whether it is astronomy, whether it is other scientific subjects like physics or mathematics, Riyazi, philosophy, they all were taught in the madrasas or jamiat. We call them Dini stream of education. But somehow that division has gone wider and wider. I am told, and I am going to Jamia Hidayah to find out how they are trying to bridge these two streams and how they are trying to provide an education where they are imparting both religious education and so-called modern education. And that is the cause of the day. And that is where my university comes in between. And that is what my university is trying to do, that Urdu medium boys and girls, they should come and study subjects like management, subjects like mass communication, subjects like IT, subjects like education, and so on and so forth, and technology and polytechnic subjects. Why can't our madrasa boys and girls get such education in their respective colleges, schools, madrasas, jamiat, that from there they can go not only into Arabic, Persian or Urdu or Islamiyat, but why not they can go to management, why not they can go to history, why not they can go to education and become school teachers or IT or computer science, etc., etc. The time has come, and I'm very happy to note that Jamia Hidayah or some other Jamiat are doing this job. And very soon we'll have a body of students, a body of citizens, a body of the people who will be very strong in the religious faith, religious beliefs, religious activities, and also very strong, very competent, very eligible for modern sciences. That mixing of two streams is very necessary now. Very necessary. And therefore I have come to this gathering, irrespective whether this book was to be released or not to be released. This book release is one of the causes of my coming here. Therefore I am very happy to be with the release of this book, associated with the release of this book. It's in Arabic. Unfortunately I can't read it. There is another book in Malayalam. Unfortunately I can't read that book also. But whatever I have read and understood about Shamsul Ulama, his contribution, his bringing education to the community, his spreading modern education, his fight against Christians, his fight against other forces who are against Islam, providing a very solid base, educational base, knowledge base team of students, citizens through their madrasas, and then giving a befitting replies to the enemies of Islam. When I look at his life, whatever it is I know, I understood, suddenly in my mind comes another name, the name of Sir Syed Ahmad Khan, who was founded Aligarh Muslim University after 1857 post-revolution of 1857. Where Muslims were killed, Muslims were butchered by the British Empire, their economy was destroyed, their properties were taken away. Delhi and entire North India, Muslims were thrown out of cities. And in that background, in 1870s and 1880s and 1890s, Sir Syed Ahmad Khan rose, woke up, set up a Madrasatul Uloom, then a MAO college, and now Aligarh Muslim University. And hundreds and thousands of students in the last 1 century have
moved out, passed out from that great institution, including me, and serving in the country and serving the world and serving the community. The moment I learned about Shamsul Ulama, I got the same feeling that Shamsul Ulama, Abu Bakr Muslima, has done the same service to Kerala, what Sir Syed has done to the community through Aligarh Muslim University. The comparison may not look very far, the comparison may not look very false. It's not important that whether you are doing Kerala or you are doing in Delhi or Aligarh. What is important is what you are doing. It's not important that you are doing one college, one school. What is important that you are doing important or meaningful contribution to society and community. I am very glad that I am associated with this program. My purpose is to know the activities of education in this part of the country, namely Kerala, Malappuram, among the Muslims. My efforts will be to bring my university with the educational efforts of organizations like Jamiatul Ulama and Jamia Hidayah and others. If I succeed to get some students from Kerala to Hyderabad, Kerala to Maulana Azad National Urdu University, my visit will be successful here. Gentlemen, I do not know whether I am able to communicate to you properly or not, but I know there is an Urdu couplet which says, whatever comes from heart, जो बात दिल से निकलती है वो असर रखती है. Whatever comes from heart, it has its own impact. So my language barrier may not come in between you and me, may not come in between my efforts and your bringing to Hyderabad. I request Mr. Abdur Rahman, others who are sitting on the dais, others who are still sitting on dais, to kindly move out, come to Hyderabad, meet us. I am ready to come back here again and again, meet all of you, meet students, meet organizers, meet colleges, meet principals and their jamiat, and see to it that the students from these madrasas, these jamiat should get modern education through Maulana Azad National Urdu University. I am also told that Jamia Hidayah has very strong group of Urdu knowing students, and my university provides education in Urdu. So we can have a sort of understanding of getting students from this part of the country. My purpose will be achieved if I get 100 students from such madrasas to my university, and in subjects like, as I told you again, management and technology and IT, etc., etc. I am thankful to Mr. Abdur Rahman and of course thankful to Mr. Jaisi for letting me know about this program, for inviting me for this program and providing me this opportunity to talk to you. Really, I was not aware about the whole details of the program, but my purpose is served, my aim is fulfilled when I have spoken to all of you and through you to others. And I invite all of you to come to Hyderabad whenever you find time, meet our faculty, see our infrastructure, see our education system. We are providing education in Urdu, but we are providing education in all modern subjects. So ours is also a system where we are merging Urdu to modern subjects. Now I request all of you, invite all of you to merge Deeni Taaleem to modern subject also. How to do it? There may be a lot of debates, there may be some opposition here and there may be difference of opinion, but we have to do it. Today, tomorrow, sooner we do it, better it is for all of us. This distinction, as I said, which was started by Britishers in 1857 or onward, should go now. We should go. Time has come that we must be a good faqih, good scholar of Sharia, good scholar of Kalam-e-Ilm, and also good scholar of IT and management, etc., etc. And therefore,
The most important thing I want to address all those who are managing madrasas and jamias, kindly look into your syllabus also. Please look into your syllabus also. Look into your curriculum also. And introduce such subjects or improve your curriculum in such way that all those things which have been come into the body of knowledge in the last 100 years, 200 years, all those things should also be incorporated into fiqh, into kalam, into falsafa, into mantaq, whatever you are teaching. Modernize, upgrade yourself. Upgrade yourself. There is no point in teaching about slavery, which some of the madrasas are still teaching. It's not there slavery anywhere in the world. The time has come to teach about other subjects which we are facing. Therefore, if you also improve yourself, these madrasas, jamiat, modern universities will also come forward, and there will be a merging of these two streams which will be beneficial for the community, which has caused a lot of harm to the community. The division has caused a lot of harm to the community so far. Big gap has taken place. Big gap has taken place. I don't want to talk about it. I have spoken about it on many other forums. But time has come to fill up this gap. And there are efforts by universities like Aligarh Muslim University, by universities like Jamia Millia Islamia, by universities like my university, that we are starting some bridge courses. We are doing some bridge courses so that some people coming from madrasa do this bridge course into mainstream. We have recognized degrees of many jamiat, madrasas equivalent to our class 12, equivalent to a BA. And the student from these madrasas can come take admission. I am ready to widen the canvas. I am ready to widen the scope, number of more madrasas into this recognized category. You show me your syllabus, you show me your curriculum, I take you into my equivalence and get your student eligible for admission. So there are many ways where we can work together. I think time does not permit me to talk more and more in details about it. I have touched the issues, I have flagged the issues. Please look into that, think about it. And I repeat myself, there can be plenty of scope for working together. There is a huge scope of working together. And we should not miss that opportunity. If we miss the opportunity, we will be causing damage to our community. One missed opportunity may cause damage for 10, 20, 30 years. Generations may suffer. We are already behind others in our education system. In education, we have to move faster, we have to run faster. And for heaven's sake, for God's sake, let us do not widen the bridge between two streams of education. Make them closer, bring them closer, bridge the gap, work together, evolve a system. We are like Imam Abu Hanifa, who was a good trader and also a faqih. And in our ancient time, all big scholars have a different profession, and they were religious leaders also. So we must learn from Shamsul Ulama, we must learn from Jamatul Ulama, we must learn from Jamia Hidayah, and spread education to Muslim community. An education which is both religious, which is both modern, which is both upgraded. With these words I conclude. I hope I am able to communicate something to you. If not, I will be taking help of my other colleagues to communicate to you. Assalamu alaikum wa rahmatullahi wa barakatuh. പ്രിയമുള്ളവരെ, നമ്മുടെ വേദിയിൽ ബഹുമാന്യരായ മുസ്തഫൽ ഫൈസി, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വേദിയിൽ 400 രൂപ മുഖവിലയുള്ള ഇന്നഹു ശംസുൽ ഉലമ കിതാബ് ഈ വേദിയിൽ ഇന്ന് 250 രൂപക്ക് ലഭ്യമാണ് കൗണ്ടറിൽ. അത് പരമാവധി വാങ്ങണമെന്ന് അറിയിക്കുന്നു. ഇതിന്റെ വളരെ ഹ്രസ്വമായ വളരെ 1-2 മിനിറ്റുകളിൽ ബഹുമാന PT നമ്മുടെ ചീഫ് ഗസ്റ്റിന്റെ പ്രസംഗം ഒന്ന് ലഘുവായി നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസിയും ആദരണീയനായ ബഹാവുദ്ദീൻ ഉസ്താദും സംസാരിക്കും. PTയെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. കേരളത്തിലുള്ള പണ്ഡിതന്മാർ
മൗലാന ആസാദ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുത്ത് പഠനവുമായി മുന്നോട്ട് വരാൻ ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ദാറുൽ ഹുദ പോലെയുള്ള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് പഠനം തുടരുന്ന സാഹചര്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇതിന്റെ പ്രചോദനം എന്താണ്, എങ്ങനെയാണ് ഇവർ ഈ വിദ്യാഭ്യാസപരമായി ഇത്തരം പുരോഗമനപരമായ ഒരവസ്ഥയിലേക്ക് എത്തിയതെന്ന്. ശംസുൽ ഉലമയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ശംസുൽ ഉലമ ഈ സമൂഹത്തിന് നൽകിയ ഈ സമൂഹത്തിന്റെ ഉണർച്ചയ്ക്കും വളർച്ചയ്ക്കും ഈ സൊസൈറ്റിയുടെ ശക്തമായ നിലനിൽപ്പിനും പിന്നിൽ ശംസുൽ ഉലമയുടെ സേവനമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ എന്റെ വളരെ തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നത്. ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള മഹത്തായ പരിപാടിയിൽ അനുബന്ധമായി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞതും ഇവിടെ ഗസ്റ്റായി എത്താൻ കഴിഞ്ഞതുമൊക്കെ ഞാനൊരു വലിയ സന്തോഷമായി ഉൾക്കൊള്ളുന്നു. വിദ്യാർത്ഥി രംഗ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്താൻ അവസരങ്ങൾ ഇന്നുണ്ട്. മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഒരുപാട് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഇന്ന് നൽകിപ്പോരുന്ന മതരംഗത്തുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുടെ കൂട്ടായ്മയിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇന്ത്യയുടെ മുസ്ലിം വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ കാരണക്കാരനായി ഗണിക്കപ്പെടുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാനെയാണ്. അദ്ദേഹം വടക്കൻ ഇന്ത്യയിൽ വൈജ്ഞാനിക പുരോഗതിക്ക് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിന്റെ ഈ ഇന്ത്യയുടെ തെക്കൻ മേഖലയിൽ ശംസുൽ ഉലമയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വം ഈ ഏരിയയുടെ, ഈ നാടിന്റെ സമൂലമായ പുരോഗതിക്ക് അത് ആക്കം കൂട്ടി എന്ന് മനസ്സിലാക്കാൻ കഴിയൽ അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാജ മുഹമ്മദ് ഷാഹിദി അവർ സംസാരിച്ചതിന്റെ രത്നച്ചുരുക്കം. അസ്സലാമു അലൈക്കും.